ഹലോ വെൽക്കം ബാക്ക് ടു എം യു മലബാർ. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഒരു പറാത്തൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്നും ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും അപ്പമൊക്കെ കഴിച്ചിട്ട് മടുത്തിരിക്കല്ലേ. അപ്പോൾ എന്താ ചെയ്യുക, ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പമാണ്. നമ്മൾക്ക് ഇങ്ങനെ വീശി അടിച്ചിട്ട് തയ്യാറാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ലെയർ ആയിട്ടുള്ള പറാത്ത തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഈ റെസിപ്പിക്കായിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ 2 കപ്പ് മൈദ എടുക്കണമെന്നില്ല. 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മുഴുവനായിട്ടും ഗോതമ്പ് പൊടി യൂസ് ചെയ്യരുത്, അപ്പോൾ അത്ര ടേസ്റ്റ് കിട്ടൂല. പിന്നെ ഇതുപോലുള്ളൊരു മെഷർമെൻറ്റ് കപ്പ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് ചേർത്തിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് അങ്ങനെ മെഷർമെൻ്റ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചപ്പാത്തി തയ്യാറാക്കി എടുക്കുമ്പോൾ അതുപോലെയല്ലേ, നമ്മൾ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ടല്ലേ കുഴച്ചെടുക്കാറ്. അപ്പോൾ അതേപോലെ ഇതങ്ങ് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നമുക്ക് കിട്ടണം. അതായത് ഒരല്പം സ്റ്റിക്കി ആയിട്ട്, നല്ല ഡ്രൈ ആയിട്ട് ഹാർഡായിട്ട് കിട്ടരുത്. ഞാൻ ഇതിൻ്റെ അവസാനം കുഴച്ചെടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയുള്ള പരിവാണ് നമുക്ക് വേണ്ടിയതെന്ന്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കണം, എന്നാലാണ് നമ്മുടെ പറാത്ത നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കവർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അത് അത്ര നിർബന്ധമുള്ള കാര്യമില്ല, വെച്ചാൽ അത്രയും നന്നായിരിക്കും. ആ ടൈമിൽ നമുക്ക് 2 വെളുത്തുള്ളി എടുക്കാം. അത് ഇതുപോലുള്ളൊരു ഗ്രേറ്റർ യൂസ് ചെയ്തിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഗാർലിക് പറാത്തയാണ് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ പറാത്ത. അതായത് ഞാൻ ഇതിന് മുന്നേ ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അത് ട്രൈ ചെയ്തവർക്കറിയാം ആ ഒരു ബട്ടറിൻ്റെയും പിന്നെ ഗാർലിക്കിൻ്റെയും ഒരു കോമ്പിനേഷൻ. ഇനി ഞാനൊരു 1/4 കപ്പ് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നെയ്യിന് പകരം നിങ്ങൾക്ക് ബട്ടറും യൂസ് ചെയ്യാം. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ബട്ടർ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവണമെന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെയ്യ് എടുത്ത് ചെയ്തത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ 15 മിനിറ്റ് ശേഷം റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്നും കൂടെ നമ്മൾ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ ഉരുളകളാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഒരല്പം പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒരു കുഴൽ വെച്ചിട്ട് അങ്ങ് പരത്തിയെടുക്കണം. അപ്പോൾ ഇതാ മാക്സിമം വലുതാക്കിയിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. അത്ര നല്ല ഷേപ്പിലൊന്നല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ പരത്തി എടുത്ത് കഴിഞ്ഞാലും നിങ്ങൾ കൈ വെച്ചിട്ടൊന്ന് കൂടെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ നെയ്യിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ സൈഡിലേക്കും ഒരേപോലെ എത്തും. അപ്പോൾ നിങ്ങൾക്ക് നെയ്യിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഇതിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബട്ടർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അത് ഉപ്പുള്ള ബട്ടർ ആണെങ്കിലും ഉപ്പില്ലാത്ത ബട്ടർ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. രണ്ടിനും 2 ടേസ്റ്റാണ്. പക്ഷേ നെയ്യും ഒട്ടും മോശമല്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കണം. ഇത് ഫോൾഡ് ചെയ്തെടുക്കുന്ന രീതിയാണ് നമ്മുടെ റെസിപ്പിക്ക് ലെയറൊക്കെ കൊടുക്കുന്നത്. 2 രീതിയിൽ ഫോൾഡ് ചെയ്യുന്ന രീതി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് ഇതുപോലെയാണ്. ഇപ്പോൾ ചെറുപ്പത്തിൽ
ഫാൻ തയ്യാറാക്കിയിരുന്ന രീതി, പേപ്പർ യൂസ് ചെയ്തിട്ട് ഫാൻ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. അതായത് ഞെറിവൊക്കെ എടുക്കുന്നത് പോലെ ഇങ്ങനെ മടക്കി മടക്കി അങ്ങ് കൊണ്ടുവരാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് മടക്കി എടുത്തതിന് ശേഷം ആ മടക്കിയെടുത്ത ഭാഗം മുകളിലായിട്ട് അങ്ങ് കാണണം ഈ ലെയർ. എന്നിട്ട് ഒരു എൻഡിൽ നിന്ന് നമുക്കിതങ്ങ് ചുരുട്ടിയെടുത്തിട്ട് കൊണ്ടുവരാം. ചുരുട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ എൻഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് മടക്കി കുത്തി കൊടുക്കണം. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും അങ്ങ് ചെയ്തെടുക്കാം. ഇനി കാണിക്കാൻ പോകുന്നത് വേറൊരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് സെൻറ്ററിലായിട്ട് ഒരു കട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു എൻഡിൽ നിന്ന് അങ്ങ് ചുരുട്ടി ചുരുട്ടി മറ്റേ എൻഡ് വരെ അങ്ങ് കൊണ്ടുവരാം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പതിയെ അങ്ങ് പ്രസ് ചെയ്തിട്ട് അങ്ങ് ചെറുതാക്കാം. ഇതാ നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് പറാത്തയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേരള പൊറോട്ട തയ്യാറാക്കിയെടുക്കുന്ന പോലെ വീശി അടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നേ ട്രൈ ചെയ്ത് നോക്കിയത് ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഫുൾ ഫെയിൽ തന്നെയായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പ അടിപൊളിയായിട്ട് പൊറോട്ട തയ്യാറാക്കും. അപ്പോൾ ഉപ്പ തയ്യാറാക്കുമ്പോൾ ചെയ്ത് നോക്കിയപ്പോഴൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ 2 തവണ ചെയ്തെടുത്തപ്പോൾ അങ്ങ് ശരിയായി. ഇതിനൊരു സീക്രട്ട് ഉണ്ട് കേട്ടോ. ഇത് വീശി അടിക്കാനായിട്ട് നല്ല സിമ്പിളാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനൊരു വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് പരത്തിയെടുക്കലാണ്. ഇത് ചുട്ടെടുക്കാനായിട്ട് നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ താഴെ ഒരല്പം പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. പിന്നെ ഒരു റോളർ വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കൂടുതൽ എണ്ണ താഴെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് പരത്തിയെടുത്താലും മതി. അപ്പോൾ കൂടുതൽ എണ്ണ വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പൊടി ഇട്ടിട്ട് അങ്ങ് പരത്തിയെടുക്കുന്നു എന്ന് മാത്രം. പരത്തിയെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് വലുതാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ പാന് അടുപ്പിലുണ്ടായിരിക്കണം. എന്നിട്ട് മീഡിയത്തിൽ വെക്കണം, ഒരിക്കലും ലോ ഫ്ലെയിമിൽ വെക്കരുത്. പരത്തിയെടുത്ത ഉടനെ തന്നെ നമ്മൾ ചുട്ട് എടുക്കണം. പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോ പറാത്ത വീതം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് നല്ലൊരു കളറ് നമുക്ക് കിട്ടുള്ളൂ ഈ പറാത്തക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലെയർ കാണാം, നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഒരു 2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് ചുട്ടെടുക്കണം. ഇതേപോലെ തന്നെയാണ്, ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ സാദാ കേരള പറാത്ത തയ്യാറാക്കിയതിലും. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാം, നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗാർലിക് പറാത്ത. ഇതേപോലെ നമുക്ക് നമ്മൾ വീശി അടിച്ച പറാത്തയും അങ്ങ് ചെയ്തെടുക്കാം. നമ്മുടെ കേരള പൊറോട്ടയും നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സ്പെഷ്യലായിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവറാട്ടോ. ആ ഒരു വെളുത്തുള്ളിൻ്റെയും നെയ്യിൻ്റെയും ഫ്ലേവർ. ഇതിലേക്ക് കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വെറുതെ ചായ കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് സാമ്പാർ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. സാമ്പാർ ആയാലും മീൻ കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും എന്തും നല്ല കോമ്പിനേഷനാണ് ഇതിലേക്ക്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്